ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രിമാരായ BJP നേതാക്കൾ രണ്ടുപേരും, ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ആ പ്രതികരണം ഉണ്ടായതെങ്കിൽ അത് നാക്കിലെ പിഴയാണെന്ന് പറയാമായിരുന്നു. ചില മാധ്യമങ്ങൾ തലക്കെട്ടെഴുതിയത് നാക്ക് പിഴയെന്നാണ്. രണ്ടുപേരും പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാക്ക് പിഴയല്ല, കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന ക്രൂരമായ അവഗണനയെ അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മന്ത്രി പറഞ്ഞത് എന്താ? നിങ്ങൾ വികസനമൊന്നും ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. ഈ സംസ്ഥാനം 1957 മുതൽ കൊണ്ടുവന്ന നിരവധി നടപടികളിലൂടെ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലെത്തി, ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ. പക്ഷേ കേന്ദ്രമന്ത്രി പറയുകയാണ്, നിങ്ങൾ കുത്തുപാളിയെടുക്കൂ, എന്നിട്ട് വേണമെങ്കിൽ പണം നൽകാം. മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നത് എന്താ? നിങ്ങൾ അധികം പുലമ്പൊന്നും വേണ്ട, നിങ്ങളങ്ങനെ പുലമ്പിയാലൊന്നും പണം കിട്ടൂല. ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും കേരളത്തിന് പൊതുശല്യമാണ്. അങ്ങനെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്ന് നാടിൻ്റെ ക്ഷേമവും വികസനവും പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ ജനം അതിശക്തമായി പ്രതികരിക്കും. അധികാരം കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കിയിട്ട് കാണാൻ പാടില്ല. മറ്റൊരു പ്രതികരണം നടത്തിയ എന്താ? ആദിവാസി ക്ഷേമ മന്ത്രി ഉന്നത കുല ജാതീയനാവണം. നവോത്ഥാന കാലം മുതൽ ശ്രീനാരായണ ഗുരു അടക്കമുള്ളവർ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ജാതി വിവേചനം അവസാനിപ്പിച്ചുവെന്ന് മാത്രമല്ല, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭരണത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടാക്കി. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആദിവാസികളോ പിന്നോക്കക്കാരോ മന്ത്രിസ്ഥാനത്തെത്താൻ പാടില്ല, അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലെത്താൻ പാടില്ല. ഇത് പഴയ ജമ്മി വ്യവസ്ഥയുടെ തമ്പുരാൻ്റെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മേധാവിത്വ മനോഭാവമാണ്. അതുകൊണ്ട് ഈ രണ്ട് മന്ത്രിമാരും ഇന്നിപ്പോൾ കേരളത്തിനൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്.